അത് റിയലായിട്ട് അങ്ങനെ തന്നെ വർക്ക് ചെയ്യും കേട്ടോ. ലിവർ പൊക്കിയാൽ ബാക്കിൽ വർക്ക് ചെയ്യും. അല്ലാതെ ഇവിടെ ലിവർ പൊക്കിയിട്ട് അവിടെ പൊക്കി വെക്കുന്ന ആ പരിപാടിയില്ല. ഒറിജിനലാണ്. ഇവിടുന്ന് ലിവർ പൊക്കിയാൽ ബാക്കിൽ ഓട്ടോമാറ്റിക് ഓയിൽ പുറത്ത് വരുന്നതും ഫാൻ വരുന്നതും. നരിവേട്ട തുടങ്ങുമ്പോൾ ഒരു വലിയ ചാക്കുള്ള ഗോഡൗണിലൂടെ നായകനെ വലിച്ചു കൊണ്ടുപോകുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. ആ ചാക്ക് ഒറിജിനലാണോ? ഒറിജിനൽ ഗോഡൗണാണോ? 750-800 ലാത്തി ആദ്യം ഉണ്ടാക്കി, പിന്നെ ഒരു 300 വേറെ ഉണ്ടാക്കി, പിന്നെയും ഷൂട്ടിംഗ് കഴിയാനാകുമ്പോൾ വീണ്ടും ഒരു 100 വേറെ ഉണ്ടാക്കി. ഇതിലെല്ലാം ലാത്തി ചാർജ് ആയതുകൊണ്ട് ഒറിജിനൽ ലാത്തി കൊണ്ട് ആരെയും അടിക്കാൻ പറ്റില്ല. എന്നിട്ട് തന്നെ ഇതിലടി കൊണ്ട് കുറേ ആൾക്കാർക്ക് തഴമ്പൊക്കെ വന്നിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് ഡെഡ് ബോഡി കാണിക്കുന്നുണ്ട്, അതെങ്ങനെ ഉണ്ടാക്കി? അത് ഒറിജിനൽ കേട്ടോ. അവർ തന്നെ മേക്കപ്പ് ചെയ്തിട്ട് കിടക്കുക, റിയൽ ബോഡീസാണ്. മണിച്ചേട്ടന് അങ്ങനെ ഒരു ഇതാണ്. കാരണം എന്ത് വേണമെന്ന് പറഞ്ഞാൽ ചളിയിൽ ഉരുളെന്ന് പറഞ്ഞാൽ ഉരുളും. അതിലാണ് പുള്ളി ന്യൂഡായിട്ടൊക്കെ അഭിനയിച്ചുള്ള വേഷം. ന്യൂഡായിട്ടാണ് അഭിനയിച്ചത്. അത് ജീവിക്കുകയായിരുന്നു ആ പടത്തിൽ മണിച്ചേട്ടൻ. സാർ, നമുക്ക് നരിവേട്ടയെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. നരിവേട്ടയിൽ കുടില് കത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പണ്ട് മുത്തങ്ങ സമരത്തിൽ അതെങ്ങനെയാണോ സംഭവിച്ചത് അതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ കണ്ടത്. ശരിക്കും ഒരുപാട് റെഫറൻസ് എടുത്തിട്ടുണ്ടോ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മുത്തങ്ങ സമരത്തിൽ നിന്ന്? മുത്തങ്ങ ഒരു റെഫറൻസ് തന്നെ ആയിരുന്നു. ഓക്കെ. അതിൽ എങ്ങനെയാണോ അതിൻ്റെ കുടിലുകൾ അവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് അവർ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഈവൻ കൈവരികൾ പോലും അതിൻ്റെ ഒരു റെഫറൻസ് എടുത്തിട്ട് നമ്മുടെ സ്റ്റൈലിൽ ചെയ്തെന്നുള്ളൂ. ഓക്കെ. പക്ഷേ എന്നാലും അവിടെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ നിന്നെല്ലാം ഈ ആദിവാസികളാണ്. സോ അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ബോണ്ടിങ് അതിലുണ്ട് എന്ന് തന്നെ പറയണം. അവർ അന്ന് മുത്തങ്ങ സമരത്തിൽ പങ്കെടുത്തവരാണോ? അന്ന് ഇത് നടന്നു അങ്ങനെയൊക്കെ അവർ പറഞ്ഞു തന്നായിരുന്നു? അതൊക്കെ അവർ നമ്മൾ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അതിൽ ഏകദേശം ഒരു 5-6 പേര് ഈ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ തന്നെ ആയിരുന്നു. ഓക്കെ. നമ്മൾ കൂടെ വർക്ക് ചെയ്യാനുണ്ടായിരുന്നവരും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വന്നവരും. അപ്പോൾ അവർ റീകോൾ ചെയ്യാണ് അന്ന് എന്തൊക്കെയാണ് നടന്നത്, എന്ത് നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അന്ന് നമുക്ക് പറഞ്ഞു തന്നിരുന്നു. കുളം ഉണ്ടാക്കിയതല്ലേ? കുളം ഉണ്ടാക്കിയത്. എത്ര സമയം എടുത്തു കുളം ഉണ്ടാക്കാൻ? അത് 1 day എടുത്തു. അത് ആ ചെറിയൊരു കുളം ഉണ്ടാക്കി. അതിൻ്റെ അകത്ത് എന്താ വെച്ചാൽ അവിടെ വെള്ളം ആ സമയത്ത് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഫുള്ള് അകത്ത് ഷീറ്റ് അടിച്ചിട്ട് ഫൈബർ ഷീറ്റ് ചെയ്ത് അതിന് ശേഷം വെള്ളം നിറച്ചതാണ് അത്. അതുകൊണ്ടാണ് ആ വെള്ളം അങ്ങനെ ഒരു ബ്ലൂ കളറും നല്ല വെള്ളമായിട്ട് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരു കലങ്ങൽ വെള്ളമായിരിക്കും കണ്ടിരിക്കുക. നരിവേട്ടയിൽ കാണുന്ന മുത്തങ്ങ തന്നെയാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാം, ഇല്ലയെന്ന് പറയാം. അതൊരു റെഫറൻസ് എടുത്തിട്ടുണ്ട്. ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിനൊരു റെഫറൻസ് എടുക്കൽ ബേസിക് സാധനമാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു റെഫറൻസ് എടുത്തിട്ടാണ് നരിവേട്ട ഷൂട്ടിങ് സെറ്റ് വർക്ക് തുടങ്ങിയത്. ഇതിലൊരുപാട് പോലീസ് ബസ് കാണിക്കുന്നുണ്ട്, ഇതൊക്കെ ഒറിജിനലാണോ? അല്ല, ഇതിൽ എല്ലാ ബസ്സും ക്രിയേറ്റ് ചെയ്ത ബസ്സുകളാണ്. അതായത് അവിടെ ലോക്കൽ ഓടുന്ന ബസ്സുകളും ഷെഡിൽ കിടക്കുന്ന ബസ്സുകളൊക്കെ എടുത്ത് നമ്മൾ പെയിൻറ്റ് ചെയ്ത് സ്റ്റിക്കർ ചെയ്ത് അതിൻ്റെ ഗ്രില്ലടിച്ചു, അങ്ങനെയൊക്കെ ചെയ്തിട്ട് എടുത്ത് യൂസ് ചെയ്യുന്ന ബസ്. കാരണം ഒറിജിനൽ ബസ് ഇത്രയും ദിവസം പോലീസിൽ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടും. ദേ വിൽ ഗിവ് ദ പെർമിഷൻ ടു ഷൂട്ട്, ബട്ട് അതിന് എക്സ്പെൻസീവ് ആണ്. നമുക്ക് ഏകദേശം ഒരു 30 days ഒക്കെ അവിടെ വേണ്ടിയിരുന്നു. അപ്പോൾ അതിനേക്കാളും ബെറ്റർ നമ്മളൊരു ബസ് എടുത്തിട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് വെച്ചിട്ട് അത്രയും ബസ്സുകളും ജീപ്പുകളും എല്ലാം റീക്രിയേറ്റ് ചെയ്തതാണ്. ഒരു ബസ് പോലീസ് ബസ്സാക്കാൻ എത്ര പണിയുണ്ട്, എത്ര ചിലവുണ്ട്? കാരണം ഈ ബസ് ഒന്നാമത് ഇത് ഓടി വരണമെങ്കിൽ ഇതിന് റൂട്ട് ലൈസൻസ് ഉള്ള പെർമിറ്റുള്ള ബസ്സേ ഓടി വരുള്ളൂ. ഇതിപ്പോൾ ഈ ബസ് നമ്മളെല്ലാം കളക്ട് ചെയ്തത് വയനാട്ടിൽ നിന്ന് കുറച്ച് ബസ് എടുത്തിട്ടുണ്ട്, കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്ന് കുറച്ച് ബസ് വന്നിട്ടുണ്ട്, ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് സ്ഥിരം ഷൂട്ടിങ് തരുന്ന ഒരു ബസ്സുണ്ട്. ആ ബസ് ഇതേമാതിരി ഗ്രില്ലൊക്കെ അടിച്ച് ഇവിടുന്ന് പെയിൻ്റ് അടിച്ച് പിന്നെ പെർമിഷൻ എടുത്തു ഈ ബസ്സാണ് അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഹെയർ പിൻ ബെണ്ടൊക്കെ കയറി തന്നെ ആ ബസ് വന്നത്. അടിപൊളി. സിനിമയിൽ കാണുന്ന ഹെയർ പിൻ ബസ് അതാണ്? അതെ, അത് പക്ഷേ ഷൂട്ട് ചെയ്താണ്. പക്ഷേ ആ ബസ് തന്നെയാണ് നമുക്ക് ഇവിടുന്ന് കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്ന ബസ്സും. ജീപ്പുകളെല്ലാം ഇവിടുന്ന് വന്ന ജീപ്പുകളാണ്. അവിടുന്ന് 1-2 ബസ് ജീപ്പുകൾ മാത്രമേ നമ്മൾ അവിടുന്ന് എടുത്തിട്ടുള്ളൂ. അതെടുത്തിട്ടും നമുക്കവിടെ പെയിൻറ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നരിവേട്ടയുടെ ചില സീനുകളിൽ ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നായകനെ തല്ലുന്ന സീൻ കാണുന്നുണ്ട്. അത് ശരിക്കും ബസ്സിൻ്റെ ഉള്ളിൽ തന്നെയാണോ, അതും സെറ്റ് ഇട്ടതാണോ? അതിൽ നമ്മൾ സെറ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു.
പക്ഷേ ആ ബസ് യൂസ് ചെയ്തിട്ടില്ല. ഏകദേശം ഒരു 1-1.25 ലക്ഷം റുപ്യ മുടക്കിയിട്ട് നമ്മൾ ബസ്സിൻ്റെ ഹാഫ്, അതായത് കാരണം ഇടിക്കുന്ന ഷോട്ടും മുകളിൽ നിന്ന് ടോപ്പിലുള്ള ഷോട്ടൊക്കെ എടുക്കണം എന്ന് വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്തത്. എന്തോ അവർ ഫുൾ അതിൽ തന്നെ ഷൂട്ട് ചെയ്ത്, കാരണം അതിൻ്റെ ഒരു കോമ്പാക്ട്നെസ് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ അത് തന്നെ വേണം. അല്ലെങ്കിൽ ആദ്യം നമ്മൾ കുറേ ഭയങ്കരമായിട്ടും ഈ ഷോട്ട് എടുത്ത് എറിയുന്ന മറ്റതൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പിന്നീട് ആണ് വിചാരിച്ചത് ആ കോമ്പാക്ട്നെസ്സിൽ തന്നെ അത്രയും ലെൻസിങ് തന്നെ യൂസ് ചെയ്യാം എന്നുള്ള DOPയുടെ ഒരു സജഷൻ ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഷൂട്ട് ചെയ്തു. ഒറിജിനൽ ബസ്സിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്, പക്ഷേ സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ. നരിവേട്ട തുടങ്ങുമ്പോൾ ഒരു വലിയ ചാക്കുള്ള ഗോഡൗണിലൂടെ നായകനെ വലിച്ചു കൊണ്ടുപോകുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. ആ ചാക്ക് ഒറിജിനലാണോ, ഒറിജിനൽ ഗോഡൗൺ ആണോ? അത് ഒറിജിനൽ ഗോഡൗൺ ആണ്. പക്ഷേ നമ്മൾ അതിലൊരു 10,000 ചാക്ക് ലോഡ് ചെയ്തു. നമ്മുടെതാണ് ചാക്ക് വെച്ചത്, നമ്മൾ വെച്ചിട്ടുണ്ട്. അവിടെ ഉള്ളതുണ്ട്. കാരണം ഈ വെള്ളം ഒഴിക്കുമ്പോൾ ഇതൊക്കെ നനഞ്ഞു പോകുന്നുള്ള ആ ഏരിയയിൽ നമ്മുടെ ചാക്ക് ഒരു ലോഡ് ചെയ്തിട്ട് റെസ്റ്റ് ഓഫ് ഇത് വന്നിട്ട് ആ ഗോഡൗണിലുള്ള ഒരു ചാക്കുകൾ തന്നെയാണ്. ചാക്കിനുള്ളിൽ എന്തായിരുന്നു? ചാക്കിൻ്റെ ഉള്ളിൽ ഉമ്മിയായിരിക്കും, മീൻസ് പതിര്. ഓക്കെ. ഇനി ഈ പടത്തിന് വേണ്ടി എത്ര ലാത്തി ഉണ്ടാക്കി? അത് നല്ല കാരണം നമ്മളൊരു 750-800 ലാത്തി ആദ്യം ഉണ്ടാക്കി, പിന്നെ ഒരു 300 വേറെ ഉണ്ടാക്കി, പിന്നെയും ഷൂട്ടിങ് കഴിയാനാവുമ്പോൾ വീണ്ടും ഒരു 100 വേറെ ഉണ്ടാക്കി. കാരണം ഇതിലെല്ലാം ലാത്തി ചാർജ് ആയതുകൊണ്ട് ഒറിജിനൽ ലാത്തി കൊണ്ട് ആരെയും അടിക്കാൻ പറ്റില്ല. എന്നിട്ട് തന്നെ ഇതിലടി കൊണ്ട് കുറേ ആൾക്കാർക്ക് തഴമ്പൊക്കെ വന്നിട്ടുണ്ട്. അതെ, ബിക്കോസ് ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു പൈപ്പ് വെച്ചിട്ടാണ് അത് നമ്മൾ അതിൻ്റെ മുകളിലാണ് കവർ ചെയ്തിട്ട് ഈ ലാത്തി ചെയ്തിട്ടുള്ളത്. കാരണം എല്ലാവരും ഒരേപോലെ യൂസ് ചെയ്യണമെന്നില്ല. ചില ആളുകൾ റഫായിട്ട് യൂസ് ചെയ്യും. അതുകൊണ്ടാണ് ഈ പൈപ്പ് വെക്കുന്നത്. സാധാരണ അങ്ങനെ വെക്കാറില്ല, ബട്ട് ഇത് വെച്ചേ പറ്റൂ എന്നുള്ള ഒരു കാരണം. ഫസ്റ്റ് ഡേ കൈ കൊടുത്തപ്പോൾ തന്നെ പകുതി പൊട്ടിച്ചിട്ടാണ് കൊണ്ടുവന്നത്. അന്ന് പിന്നിട്ടാണ് നമുക്കത് ഇങ്ങനെ ചെയ്താൽ കൊള്ളാമെന്നുള്ള ഒരു ഇതിൽ വെച്ചത്. അപ്പോൾ ആ പൈപ്പിൽ അടി കിട്ടുമ്പോൾ എന്തായാലും ആൾക്കാർക്ക് അടിക്കൊള്ളും. നരിവേട്ടയുടെ സമയത്ത് ഏറ്റവും കൂടുതൽ പണി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പണിയെടുത്ത ലാത്തി ഉണ്ടാക്കാനാണോ? ഉറപ്പായിട്ടും. കാരണം ഫ്രം ദ ബിഗിനിങ് വി സ്റ്റാർട്ട് ദറ്റ് വർക്ക്. ഈ ലാത്തി ഉണ്ടാക്കൽ പടം തീരുന്ന അന്ന് വരെയും ഈ ലാത്തി ഉണ്ടാക്കലായിരുന്നു. നരിവേട്ടിലെ ബാക്കി ആർട്ട് വർക്കിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞാൽ, കുടിലടക്കമുള്ള ബാക്കി ആർട്ട് വർക്ക് എന്ന് വെച്ചാൽ നരിവേട്ട അത്ര ഈസിയായ പടം എന്ന് ചോദിച്ചാൽ എല്ലാം. നോർമലി നമ്മൾ വിചാരിക്കും ഒരു കുടിലിടാൻ, ആ കുടിൽ ഇടയല്ല വിഷയം. ആ കുടിലിന് ഒരു ലൊക്കേഷൻ കണ്ടെത്തൽ വലിയൊരു കാര്യമായിരുന്നു. ഇതിൻ്റെ എന്തിനാണ് ഈ ഭൂസമരം ഉണ്ടായത്, അതിന് വേണ്ടിയിട്ട് ഒരു കോളനി ഉണ്ട്. ആ കോളനി അവിടേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. കാരണം സബ്ജക്റ്റിൽ അതാണ്. കാരണം അവിടെ അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അതുകൊണ്ടാണല്ലോ അവർ സമരം ചെയ്യുന്നത്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് സെറ്റിടാൻ വേണ്ടിയിട്ട് കുറേ സ്ഥലങ്ങൾ തപ്പി ലാസ്റ്റ് സെറ്റ് ഇട്ട സ്ഥലം അതുപോലെ അവിടെ ഒരു ജീപ്പ് മാത്രമേ എത്തുള്ളൂ. ഒരു ജീപ്പ് പോയാൽ പിന്നെ തിരിച്ചു വരണം, എന്നാൽ മാത്രമേ അടുത്ത ജീപ്പ് വരുള്ളൂ. പിന്നെ കുറേ ആളുകൾ നടന്നു വരണം അങ്ങോട്ടേക്ക്. അതായത് ഏകദേശം ഒരു 1 കിലോമീറ്റർ നടന്നാലേ ആ ലൊക്കേഷനിലേക്ക് എത്തുള്ളൂ. പിന്നെ ഇതിൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ടാസ്ക്കാണ്. ഈ റോഡിൽ നിന്ന് ഈ സെറ്റിലേക്ക് ഇറങ്ങണമെങ്കിൽ ഫുള്ള് അങ്ങനത്തെ ഒരു കല്ലുകൾ ഇതുള്ള, പിന്നെ അത് നമ്മൾ വഴി ഉണ്ടാക്കി, എന്നാൽ പോലും നല്ല റിസ്ക് എടുത്ത സ്ഥലമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഈസി ആയിട്ട് ചെയ്ത പടമല്ല അത്. എത്ര നാൾ മുമ്പേ തുടങ്ങിയായിരുന്നു നരിവേട്ടയുടെ ആർട്ട് വർക്ക്? ഒരു മാസം മുമ്പ് തുടങ്ങി. പിന്നെ ഇടയ്ക്ക് ചെറിയൊരു മഴ ഉണ്ടായിരുന്നു. ആൾമോസ്റ്റ് ഒരു 1 month തന്നെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുടിലൊക്കെ ശരിക്കും എങ്ങനെ ഉണ്ടാക്കി? നമുക്ക് അവിടെയുള്ള ആദിവാസികളുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ പോയി കണ്ടത് അവരെ തന്നെയാണ്. കാരണം നമുക്ക് വേണ്ടതും അതാണ്. ഇന്ന് അവിടെ ജീവിച്ചിരിക്കുന്ന ആദിവാസികളിൽ പലരും ഇതിൽ ഇടപെട്ടിട്ടുള്ള ആൾക്കാരാണ്. അവരെ കണ്ടു, എന്തൊക്കെ ചെയ്യണം, എങ്ങനെയായിരുന്നു എന്തൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നത്. ഐ യൂസ് ടു വെൻ ടു ദെയർ ആൻഡ് അവരെക്കുറിച്ച് കുറച്ച് പഠിച്ചു. എന്നതിന് ശേഷം അവർ ഒരു 4 മൂപ്പന്മാർ പോലത്തെ ആളുകൾ നമുക്കുണ്ടായിരുന്നു. ബാക്കി നമ്മളെ ആളുകളും കൂടി ചേർന്നിട്ടാണ് ഈ കുടിലുകളൊക്കെ കെട്ടാനും. എന്ത് പുല്ലായിരുന്നു അന്ന് യൂസ് ചെയ്തിരുന്നത്, അത് കിട്ടിയത് നമുക്ക് പച്ചയായിരുന്നു. അത് കൊണ്ടുവന്നിട്ട് എങ്ങനെ ഉണക്കാൻ പറ്റും, അത് അവർ പുകയിട്ട് ഉണക്കി അവരെന്നെ ഉണക്കി തന്നതാണ്. സോ അതിനൊക്കെ അവർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് ഡെഡ് ബോഡി കാണിക്കുന്നുണ്ട്, അതെങ്ങനെ ഉണ്ടാക്കി? അത് ഒറിജിനൽ കേട്ടോ, കിടത്തുന്നല്ലേ. അത് അവർ തന്നെ മേക്കപ്പ് ചെയ്തിട്ട് കിടത്തിയ റിയൽ ബോഡീസാണ്. റിയൽ ഹ്യൂമൻ ആണ് അവർ തന്നെ, ഒറിജിനൽ ആളുകളാണ്.
അപ്പോൾ കൊച്ചിനൊക്കെ അങ്ങനെ കിടത്തുമ്പോൾ കൊച്ചിനൊക്കെ അങ്ങനെ തന്നെ മേക്കപ്പ് ചെയ്തിട്ട് അതേമാതിരി കിടത്തിയിട്ടുണ്ട്. അതേപോലെ കിടത്തി. ശരിക്കും അങ്ങനെയല്ല, നമുക്ക് ഡമ്മി ചെയ്യാമായിരുന്നു, പക്ഷേ ദാറ്റ് ഈസ് മോർ എക്സ്പെൻസീവ്. പിന്നെ ഇവർ കുറച്ചും കൂടി റിയലായിട്ട് കിട്ടും ഈ ഹ്യൂമൻ. ഇപ്പം നമ്മൾ എന്തൊക്കെ ഡമ്മി ചെയ്താലും, അല്ലെങ്കിൽ പിന്നെ വാക്സ് ഡമ്മി ചെയ്യണം, ദാറ്റ്സ് ടു എക്സ്പെൻസീവ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഇവർ തന്നെയാണ് മൊത്തം മേക്കപ്പ് ചെയ്ത് അവരനങ്ങാതെ കിടന്നു. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അവർ. അടിപൊളി. എത്ര തോക്കുണ്ടാക്കി? തോക്ക് നമുക്ക് ഒരു 100 വേണ്ടിയിരുന്നു. അതിലൊരു 30 ഉണ്ടാക്കി. പിന്നെ കുറച്ച് റെൻ്റലെടുത്തു നമ്മൾ. പൊട്ടിക്കാനുള്ളതൊക്കെ നമുക്ക്, കാരണം ഈ ഫൈറ്റിൻ്റെ അകത്ത് ഓടാൻ പിടിക്കാനൊക്കെ ഡമ്മികൾ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു. കല്ലും വാരിക്കുന്നതൊക്കെയോ? കല്ല് വാരിക്കുന്നത് ഇഷ്ടം പോലെയാണ്. എന്താ പറയുക, ശരിക്കും ചെറിയൊരു മല പോലുള്ള അത്രയും കല്ലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വാരിക്കുന്നങ്ങൾ അത്ര തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം കുറേ എണ്ണം, കാരണം ആരും കുറ്റം പറയല്ല, ഇതിൽ ആരും എക്സ്പീരിയൻസ്ഡ് അല്ല. സോ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണം, ഇത് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് വലിയൊരു ഇതില്ലാത്ത ആളുകളാണ്. സോ എടുക്കുമ്പോൾ തന്നെ അവർ പൊട്ടിച്ചിട്ട് ചേട്ടാ ഇത് പൊട്ടിപ്പോയിട്ടാ എന്ന് പറയും. അപ്പോൾ നമ്മൾ മാറ്റിക്കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൽ. പണ്ട് സെറ്റിൽ പെയിൻ്റ് അടിക്കാൻ വന്ന ആളായിരുന്നു ഭരതൻ സാറ്. പിന്നെ ഭരതൻ സാറാണ് ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും മികച്ച ഡയറക്ടർമാരിൽ ഒരാളായത്. ശരിക്കും ഒരു ആർട്ട് ഡയറക്ടർക്ക് ഒരു ഡയറക്ടറാവാൻ, ഒരു നല്ല ഡയറക്ടറാവാൻ പറ്റും? ഉറപ്പായിട്ടും. കാരണം നമ്മൾ വാട്ട് ഈസ് മീൻ ആർട്ട് ഡയറക്ടർ, എനിക്ക് അതാണ്. ആർട്ട് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആ പടത്തിൻ്റെ വിഷ്വൽ മൊത്തം, ഒരു കഥ വായിക്കുമ്പോൾ ഇന്ന സ്ഥലത്ത് ഇത് ഷൂട്ട് ചെയ്യാം, അല്ല ഇന്ന സ്ഥലത്ത് ഇങ്ങനെ സെറ്റിടാം എന്നുള്ള ഒരു വിഷനുള്ള മൊത്തത്തിൽ വിഷനുള്ള ആളാണ് ഒരു ആർട്ട് ഡയറക്ടർ ആവാൻ പറ്റുക. ഓക്കെ. അപ്പോൾ ബേസിക്കലി ഇപ്പം ഞാൻ ഒരു സെറ്റ് ഇടുന്നുണ്ടെങ്കിൽ ആ സെറ്റിൽ ഇവിടെ ക്യാമറ വെച്ചാൽ എന്തായിരിക്കും, അല്ലെങ്കിൽ അവിടെ ക്യാമറ വെച്ചാൽ എന്തായിരിക്കും, എവിടെയൊക്കെ ക്യാമറ വെക്കാൻ പറ്റും, എങ്ങനെയൊക്കെ വിഷ്വൽ ഉണ്ടാക്കും എന്ന് കണ്ടിട്ടാണ് നമ്മൾ സെറ്റ് ഇടുന്നത്. ഇപ്പോൾ വെറും കുടിലല്ല ഇട്ടിട്ടില്ല നമ്മൾ. ഇപ്പോൾ നരിവേട്ടയിൽ വെറും കുടിലല്ല, ആ കുടിലിൻ്റെ ഷേപ്പുകൾ നോക്കിയാൽ ഒന്ന് ഇങ്ങനെ ഉണ്ടാവും, ഒന്ന് ഇങ്ങനെ ഉണ്ടാവും. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ക്യാമറ വെക്കുമ്പോൾ ഒരു ലെയർ ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഡെപ്ത് ഫീൽ ചെയ്യണം. അതിനെ കൊണ്ടാണ് നമ്മൾ അതാണ് ബേസിക്കലി ഒരു സെറ്റ് ഇടുന്ന ആൾ. അതേമാതിരി സെറ്റ് ഇടുമ്പോൾ ഇന്ന് എങ്ങനെയാണെന്നറിയില്ല, പക്ഷെ പണ്ടൊക്കെ നമ്മുടെ ബോസ് സാബു സുർലാണ്, പുള്ളിയുടെ അമ്മായച്ചനാണ് വിൻസെൻ്റ് മാസ്റ്റർ. പുള്ളി ഒറ്റ ക്ലാസ് എനിക്ക് എടുത്തിട്ടുള്ളൂ. നിങ്ങൾ സെറ്റ് ഇടുമ്പോൾ ഏത് ലെൻസിന് എവിടെ യൂസ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ആദ്യം അറിയണം. ഒരു 50 ലെൻസ് ഇട്ടാൽ എത്ര ഉണ്ടാവും സെറ്റ്, അല്ല 100 ലെൻസ് ഇട്ടാൽ എന്തൊക്കെ വരും എന്നുള്ളതിനെക്കുറിച്ച് ആദ്യം പഠിക്കണം. എന്നിട്ട് വേണം നിങ്ങൾ സെറ്റ് ഇടാൻ. സോ ആ ക്ലാസ് അത് ബേസിക്കാണത്. അതപ്പോൾ ഒരു സെറ്റിടൽ വലിയ കാര്യമല്ല, സെറ്റ് ഇപ്പോൾ ആർക്കും വേണമെങ്കിൽ ഇടാം. പക്ഷേ ആ സെറ്റിൽ എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് വലിയ ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ സെറ്റ് ഇടുന്നതിൽ കാര്യമുള്ളൂ. ഡയറക്റ്റ് ചെയ്യോ? ചർച്ച നടത്തിയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് നമ്മളെ കഞ്ഞിൽ നമ്മൾ തന്നെ പാട്ടിടണ്ടല്ലോ എന്ന് വെച്ചിട്ട് നിർത്തി. പക്ഷേ എന്തായാലും ചെയ്യും ഉറപ്പായിട്ടും. ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓരോ ആർട്ട് ഡയറക്ടർക്കോ അല്ലെങ്കിൽ സിനിമയിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു പടം ഡയറക്റ്റ് ചെയ്താൽ കൊള്ളാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാവരും മനസ്സിലുണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യുന്നതിന് ഒരു അർത്ഥമുണ്ടാവുള്ളൂ. ഇപ്പോൾ AI-യിലാണോ മൊത്തം സാമ്പിളൊക്കെ ഡിസൈനിങ് ഒക്കെ ഇപ്പോൾ AI ആണ്. ഉപകാരമുണ്ട് ഒരുപാട്. അത് വന്നതിന് ശേഷമുള്ള ഗുണം എന്താ? വന്നതിന് ശേഷമുള്ള ഉപകാരം വെച്ചാൽ നമ്മൾ മടിയന്മാരായി എന്നുള്ളൂ. മറ്റേതെന്ന് വെച്ചാൽ നമ്മൾ വരച്ചു കൊടുക്കണം എല്ലാം, അതിൻ്റെ സ്കെയിലും കാര്യങ്ങളും കളറും പാറ്റേണും എല്ലാം. മറ്റേത് കമൻറ്റ് ചെയ്താൽ മതി, പക്ഷേ കമൻറ്റ് ചെയ്യാൻ അറിയണം. ഓക്കെ. ആ കറക്റ്റ് കമൻറ്റ് ചെയ്താൽ വിൽ ഗെറ്റ് ദ കറക്റ്റ് റിസൾട്ട്. ഇനി ചെയ്ത കുറച്ച് പടങ്ങളെ പേര് ഞാൻ പറയാം, അപ്പോൾ അതിനെക്കുറിച്ച് ഓർമ്മ വരുന്ന ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരണം. ആദ്യത്തത് CID മൂസയിൽ തുടങ്ങാം. CID മൂസ ഇറ്റ്സ് എ ഫൺ ഫിലിം. അത് അന്ന് തന്നെ 110 ദിവസം 120 ദിവസം അങ്ങോട്ട് ഷൂട്ട് ചെയ്ത പടമാണ്. ദിലീപിൻ്റെ ഒരു ഫ്ലാറ്റ് ഉണ്ട്, ദിലീപും ഭാവനയുടെ ഒരു ഫ്ലാറ്റ്, സ്കൈലൈൻ. പക്ഷെ അത് സ്കൈലൈൻ്റെ പുറം മാത്രമേ ഉള്ളൂ. അകം ഷൂട്ട് ചെയ്ത് ഞങ്ങൾ പല സ്ഥലത്ത് ഒരു സെറ്റ് ഇട്ടിട്ട് പൊളിച്ച് ഫോർട്ട് കൊച്ചി കൊണ്ടുപോകും, തിരിച്ച് നമ്മളെ ഹൈവേ ഗാർഡൻ കൊണ്ടുവരും, തിരിച്ച് ഫോർട്ട് കൊച്ചി കൊണ്ടുപോകും. അങ്ങനെ 10 പ്രാവശ്യം അത് ഷിഫ്റ്റ് ചെയ്ത ഒരു ഫ്ലാറ്റാണത്. ഫ്ലാറ്റ് സെറ്റാണ്. ഈ 2 ഫ്ലാറ്റ് ഒരു ഫ്ലാറ്റേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കളർ മാറ്റണം, പിന്നെ പൊളിക്കണം. പിന്നെ ഭാവനയുടെ ഡേറ്റ് കിട്ടുമ്പോൾ വേറെ അന്ന് ഹൈവേ ഗാർഡൻ ഫ്രീ ആവില്ല. അപ്പോൾ ഇതും കൊണ്ടുപോയിട്ട് ഫോർട്ട് കൊച്ചിയിൽ ഞങ്ങൾ ഷൂട്ടിങ് നടക്കാറുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത ഒരു സ്ഥലത്തിട്ട് അവിടുന്ന് വീണ്ടും പൊളിച്ച് കൊണ്ടുവന്ന് എടുത്ത് സേവ് ചെയ്ത് ഇവിടെ വെച്ച് കളർ മാറ്റി ദിലീപിൻ്റെ വീട്. അങ്ങനെ ആ ഫ്ലാറ്റിൽ ഭയങ്കര ഫണ്ണായിട്ട് വർക്ക് ചെയ്ത ഒരു പടമാണത്. കാറ് ഡൈനാമിക്കാണ് അതിൻ്റെ.
കാർ ഇതേമാതിരി എൻ്റെ അടുത്ത് ജോണി പറഞ്ഞു ഇങ്ങനെ ഒരു കാർ വേണം, എവിടുന്നാണ് കിട്ടുകയെന്ന് എനിക്കറിയില്ല. ഞങ്ങളെല്ലാവരും കുറേ തപ്പി ലാസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ഇങ്ങനെ പാലക്കാട് ഒരു കാറുണ്ട് ഒന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ആരോ പറഞ്ഞിട്ട് ഞാനും പോയപ്പോൾ അത് കിടിലൻ കാറാണ്. എന്നിട്ട് അതിനെ കൊണ്ടുവന്ന് അതിൻ്റെ ടോപ്പൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ ബേസ് അടിയിൽ ഓട്ടയിട്ട് പിന്നെ അതിലെ മോട്ടർ സിസ്റ്റം ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ തന്നെ അങ്കമാലി തന്നെ ഒരു വർക്ക്ഷോപ്പ് കൊണ്ടുപോയിട്ട് നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ച ഒരു സാധനം. അത് റിയലായിട്ട് അങ്ങനെ തന്നെ വർക്ക് ചെയ്യും കേട്ടോ. ലിവർ പൊക്കിയാൽ ബാക്കിൽ വർക്ക് ചെയ്യും. അല്ലാതെ ഇവിടെ ലിവർ പൊക്കിയിട്ട് അവിടെ പൊക്കി വെക്കുന്ന ആ പരിപാടി ഇല്ല. ഒറിജിനലാണ്. ഇവിടുന്ന് ലിവർ പൊക്കിയാൽ ബാക്കിൽ ഓട്ടോമാറ്റിക് ഓയിൽ പുറത്ത് വരുന്നതും ഫാൻ വരുന്നതും പ്ലഗിങ് ആവുന്നതെല്ലാം ഫുൾ ലിവറിൽ തന്നെ ചെയ്തിട്ടുള്ള. അതിൽ ക്യാപ്റ്റൻ രാജുവിൻ്റെ ഓഫീസ് റൂം ഉണ്ട്, ഗ്ലാസ് കഴുകി വെക്കുന്നത്, അതെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. അത് കുറച്ചുകൂടി ഫണ്ണായിരുന്നു ആ പടം. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ ഒരു ഫൺ മൂവിയായിരുന്നു. അത് എന്ത് ചെയ്താലും ആർക്കും ഒന്നും ഒരു പ്രശ്നമില്ല അതിൽ. അത് അങ്ങനെ ആൾക്കാർ എടുത്തുകൊണ്ട് ആ പടം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി. അടുത്തത് വാസന്തി ലക്ഷ്മി പിന്നെ ഞാനും. വാസന്തി ഞാൻ വിനേട്ടനായിട്ട് ആദ്യം വർക്ക് ചെയ്യുന്ന ഒരു പടമാണ്. അതിൻ്റെ ലൊക്കേഷൻ വളരെ നാളുകൾക്ക് ശേഷം, അതായത് പുറപ്പാടെന്ന് പറഞ്ഞ പടം ചെയ്തിട്ട് അവിടെ പിന്നെ ആരും പോയിട്ടില്ല. ബിക്കോസ് ദാറ്റ് ഫിലിം ഇസ് സൂപ്പർ ഡൂപ്പർ ഫ്ലോപ്പ്. പിന്നെ ആരും പോയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കുറേ ലൊക്കേഷൻ തപ്പി ലാസ്റ്റ് വയനാടൊക്കെ പോയിട്ട് ആരോ വിനേട്ടനൊന്ന് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ തൊടുപുഴ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഒന്ന് പോയി നോക്കണം. അപ്പം ഞാൻ എൻ്റെ കുട്ടി ഒന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ പോയി നോക്കി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സാർ. അഴകപ്പനുണ്ടായിരുന്നു ക്യാമറാമാൻ. ഞങ്ങൾ പോയി കണ്ടപ്പോൾ വി ആർ ഹാപ്പി. എല്ലാം ലൊക്കേഷനൊക്കെ ഫിക്സ് ചെയ്തപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞു, എടോ ഇവിടെ ഒരു പടം ഓടിയിട്ടില്ല, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഈ സിനിമയിൽ അങ്ങനെ ഒരു ഇതാണ്, വിശ്വാസമുണ്ട്. ചിലത് കറക്റ്റാവും. കാരണം അതെല്ലാം ഇപ്പം ഇല്ല. ഇപ്പം എല്ലാം മാറി മറിഞ്ഞിട്ടോ. കാരണം വയനാട് എന്നൊരു ഏരിയയിലേക്ക് പോകാത്ത ആൾക്കാരായിരുന്നു. ഇന്നിപ്പോൾ കൂടുതൽ പടം നടക്കുന്നത് വയനാട്ടിലാണ്. സോ അപ്പോൾ പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് പടം പൊട്ടിയിട്ടുണ്ടെന്ന് നിന്നൊക്കെ ഇതാക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉണ്ടാക്കിയ ഒരു പൈസ ഉണ്ട്, പടമാണ് അത്. ആ പടത്തിൽ ഇതേമാതിരി ആ മണിയുടെ വീട് നമ്മൾ സെറ്റ് ഇട്ടതാണ്. അത് ഭയങ്കര വിഷ്വലി അഴകപ്പൻ നല്ല രസമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ആ ആറിൻ്റെ തീരത്തൊരു വീട്, അത് അതേമാതിരി സീസണിങ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ആരും അത് സെറ്റാന്ന് പറയില്ല. അത്രയും വളരെ നാച്ചുറലായിട്ട് ലിവ്ഡ് ഇൻ ഫീൽ ചെയ്ത ഒരു സെറ്റാണ് അത്. എമോഷണലി ഭയങ്കരമായിട്ട് എല്ലാവർക്കും ആ ലൊക്കേഷനും സെറ്റും ഉണ്ടായി. പിന്നീട് തൊടുപുഴ എന്ന് പറഞ്ഞ സ്ഥലം വളരെ ലക്കി പ്ലേസ് ആയിട്ടുള്ളതാണ്. അതിൽ മണിയുടെ കയ്യിലുള്ള ഉപകരണങ്ങളൊക്കെ എല്ലാം നമ്മൾ ഇത് മണി എന്ന് വെച്ചാൽ അതിൽ അതിൻ്റെ ആ പടത്തിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലെ ഇറങ്ങുമ്പോൾ ഞാനും അഴകപ്പനെ ഇറങ്ങും. ലൊക്കേഷൻ കാണാൻ പോകുമ്പോൾ മണിയും വരും. ബാക്കോ ഞാനുണ്ട്, നമുക്ക് ഒരുമിച്ച് പോകാം. എന്നിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ആ പടം പുള്ളി. എന്നിട്ട് നമ്മളെല്ലാം പോയിട്ട് ഒരു ലൊക്കേഷൻ ഫ്രെയിമൊക്കെ ചെയ്യുമ്പോൾ വിനേട്ടനെ വിളിക്കും, വരും, ഷൂട്ട് ചെയ്യും. ആ പാട്ടുകളൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെയായിരുന്നു. ഭയങ്കര ഇൻവോൾവ്മെൻ്റ് ആയിരുന്നു ആ പടത്തിൽ എല്ലാവരും. അടുത്ത ഹെലൻ ഇറ്റ്സ് എ വണ്ടർഫുൾ മൂവി. കാരണം ആ പടം ആദ്യം എൻ്റെ കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഈ ഫ്രീസർ നമ്മൾ സെറ്റിടണം, എന്നാൽ മാത്രമേ വർക്കൗട്ട് ആവുള്ളൂ. എങ്ങനെ ഇടും? ഞാൻ പറഞ്ഞു ഇടാം, സെറ്റിൽ ഫ്ലോറിൻ്റെ ഉള്ളിൽ സെറ്റിടണം. കാരണം ഇതിൽ -5 നമ്മൾ പെട്ടെന്ന് വന്നിട്ട് ഒരു നോർമൽ ടെമ്പറേച്ചർ 24 വന്നു കഴിഞ്ഞാൽ നമ്മൾ ബോഡി പെട്ടെന്ന് പടപടാക്കുന്ന വീക്കാവും. അതുകൊണ്ട് ഫ്ലോറിൻ്റെ ഉള്ളിൽ ഫ്ലോർ നല്ല തണുപ്പിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഫ്രീസർ സെറ്റ് ഇട്ടാൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് എന്നിട്ട് ഫ്ലോറിൻ്റെ പുറത്ത് വരുമ്പോൾ ആൾക്കാർക്ക് അല്ലെങ്കിൽ ബോഡി ഭയങ്കരമായിട്ടും ഇതാവും എന്ന് പറഞ്ഞു. അത് കറക്റ്റായിരുന്നു. അതേപോലെ തന്നെയാണ് നമ്മൾ ആ സെറ്റ് ഇട്ടതും. കാരണം അതിന് ആ ഫ്രീസറായിരുന്നു അതിൻ്റെ ഹൈലൈറ്റും. പ്ലസ് ആ ഒരു ഷോപ്പിംഗ് മാളിൽ നമ്മളൊരു ചിക്കൻ പോലത്തെ ഒരു സാധനം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫ്രൈഡ് ചിക്കൻ. അതിൻ്റെയും കളർ തീമും കാര്യങ്ങളൊക്കെ രസമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സെറ്റ് ശരിക്കും -5 നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള സെറ്റാണത്. ഫ്രീസറിൻ്റെ ഉള്ളിലൊരു ഇതുണ്ട്, അത് കാണാൻ പറ്റില്ല. പക്ഷേ നമ്മളത് -5 ആക്കി ഷൂട്ട് ചെയ്ത് കുറേ ദിവസം എടുത്തു. അതുകൊണ്ട് കാരണം ഒരു അറ്റ് എ ടൈം നിൽക്കാൻ പറ്റില്ല ആൾക്കാർ അവിടെ, അത്രയും സ്റ്റേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് രണ്ട് ഷോട്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ പുറത്ത് വരും, പിന്നെ അകത്ത് പോവും. അങ്ങനെയൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. ഫ്രീസർ ഉണ്ടാക്കാൻ എത്ര ചിലവ് തോന്നുന്നു? ഫ്രീസർ അന്ന് എത്ര ഒരു 6 lakh rupees എന്ന് തോന്നിട്ടുണ്ട്. അതിനുശേഷം ആ ഫ്രീസർ എന്ത് ചെയ്തു?
റീസെയിൽ ചെയ്തു. മീൻസ് അതിൻ്റെ മോട്ടർ വേറെ കൊണ്ടുപോയി, പിന്നെ ആ ബോർഡൊക്കെ വേറെ ആൾക്കാർ കൊണ്ടുപോയി. അടുത്ത ഉള്ളൊഴുക്ക് ഈ പറഞ്ഞത് ഭയങ്കര ഫീൽ ചെയ്ത ഒരു പടമാണ്. മീൻസ് കഥ കേട്ടപ്പോൾ എന്നെ വിളിക്കുന്നത് തന്നെ അങ്ങനെയാണ്. ഒരു ഭയങ്കര ടാസ്ക്കുള്ള ഒരു വർക്കാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ചെയ്യാം, നോ ഇഷ്യൂ, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ തോന്നും. വെള്ളം കെട്ടി നിർത്തണം എന്ന്. ഓക്കെ. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു എൻ്റെ വീടാണ്, എൻ്റെ വീട്ടിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്, വെള്ളം നിൽക്കും, എൻ്റെ തറവാടാണെന്ന്. അപ്പോൾ ഞാൻ ഓക്കെ നോക്കിയപ്പോൾ ലൊക്കേഷൻ കണ്ടപ്പോൾ ആ വർഷം ഒട്ടും മഴയില്ല, നമ്മൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അന്ന് വർഷം. അങ്ങനെ പമ്പ് ചെയ്ത് കനാലിലേക്ക്, അതായത് കനാലിൽ നിന്ന് ചെറിയ കനാലുണ്ട്, ഈ വീട്ടിൻ്റെ ചെറിയ തോടുണ്ട്, ആ തോട്ടിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് കയറ്റി അവിടുന്ന് ഈ വീട്ടിലേക്ക് വെള്ളം കയറ്റിയിട്ട്. പക്ഷേ ഈ വെള്ളം അങ്ങനെ നിൽക്കില്ല, അതുകൊണ്ട് ചുറ്റും ഒരു 3 ഭാഗം നമ്മൾ ചെറിയ ബണ്ട് കെട്ടി. ഓക്കെ. ആ ബണ്ടിൻ്റെ ടാസ്ക് ഉണ്ട് കേട്ടോ. കാരണം ബണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു സൈഡ് പുതിയ വീട് വെച്ചിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. ഈ ബണ്ടെല്ലാം പൊട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ വീട് മൊത്തം വെള്ളത്തിലാവും. രണ്ടാമത്തെ ബണ്ട് ഒരു സൈഡ് ഫുൾ വാഴക്കൃഷി വെച്ചിരിക്കുകയാണ്. മൂന്നാമത്തേത് പാഡി ഫീൽഡാണ്, ഓപ്പൺ പാഡി ഫീൽഡാണ്. അതെല്ലാം കൊയ്യാനായിട്ട് നിൽക്കുന്ന ഒരു പാഡിയായിരുന്നു. അപ്പോൾ ഈ വലിയൊരു ടാസ്ക് ആയിരുന്നു അത്. എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഞാൻ പോയി നോക്കുന്നുണ്ടോ, എന്താ പറയുക, അത് എന്തെങ്കിലും ഒരെണ്ണം പൊട്ടിയാൽ എല്ലാവർക്കും ചീത്തപ്പേരും ഇതായിരുന്നു. പക്ഷേ ദൈവാദിനം ഒന്നും സംഭവിച്ചില്ല. പടം നല്ല ഫീൽ ഉണ്ടായിരുന്നു. ആ പടത്തിൽ സീൻ ബൈ സീൻ ഉണ്ട്. ഒരു സീനിൽ വെള്ളം കയറണം, ഒരു സീനിൽ വെള്ളം ഇറങ്ങണം, പിന്നെ ഡെഡ് ബോഡി കൊണ്ടുവരുമ്പോൾ വെള്ളം വീട്ടിൻ്റെ അകത്ത് വേണം. അങ്ങനെയൊക്കെ ഓരോ സീനിൻ്റെ കറക്റ്റ് അതിൻ്റെ അതുപോലത്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റി. അതൊക്കെയാണ് ആ പടത്തിൻ്റെ ഒരു ഫീല്. വീടിനകത്ത് വെള്ളം കയറ്റാൻ അവർ സമ്മതിച്ചായിരുന്നു? ഇത് വീടിൻ്റെ അകത്ത് ഫുൾ അത് നോർമലി അവിടെ നടക്കുന്നതാണ്. പക്ഷേ അത് എന്താ, ഇപ്പോൾ സാധാരണ ഒരു മഴ പെയ്യുമ്പോൾ ഉള്ളതല്ല. നമ്മൾ വെള്ളം കയറ്റുമ്പോൾ എന്ന് വെച്ചാൽ ഈ ചളി ഇറങ്ങി വരും. മഴ പെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നേരിട്ട് വരുന്ന വെള്ളം ആയതുകൊണ്ട് ചളി കുറവുണ്ടാവും. പക്ഷെ എന്നാലും വീട്ടിൻ്റെ അകത്ത് നമ്മൾ വെള്ളം കയറ്റി. അടുത്ത കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടമാണത്, കൃഷ്ണകുടിയിലുള്ള പടം. കാരണം ആ റെയിൽവേ സ്റ്റേഷൻ അത് ഇന്നും സ്വപ്നങ്ങളിൽ മാത്രമാണ് ആ റെയിൽവേ സ്റ്റേഷൻ. കാരണം എൻ്റെ അടുത്ത് സച്ചിദാനന്ദൻ തന്നെ കൺട്രോളുണ്ട്, പുള്ളി മരിച്ചു. പുള്ളി ചോദിച്ചു, എടാ എത്ര ദിവസം വേണം സെറ്റ് ഇടാൻ? ഞാൻ പറഞ്ഞൊരു 20 days വേണം. നീ പുറത്ത് വെച്ചിട്ട് സെറ്റ് വർക്ക് തുടങ്ങിക്കോ. കാരണം ഇതിന് കുറേ ലൊക്കേഷൻ ഞങ്ങൾ കണ്ടിട്ടോ, കുറേ സ്ഥലം, അതായത് ആന്ധ്ര, കർണാടക, അങ്ങനെ ഞാനും കമൽ സാറും സുഖു സാറും എല്ലാം കൂടി കുറേ ഹണ്ട് ചെയ്തു. പക്ഷേ വി ഡിഡ്ന്റ് ഫൈൻഡ് എനി ലൊക്കേഷൻ. അപ്പോൾ ലാസ്റ്റാണ് കമൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ജോസേട്ടൻ എന്ന് പറഞ്ഞു, പുള്ളി പെരിന്തൽമണ്ണക്കാരനാണ്. അപ്പോൾ രണ്ടുപേരും ക്ലാസ്മേറ്റാണ്. എന്നോട് പറഞ്ഞു, നമുക്ക് കമലെ, എൻ്റെ വീട്ടിൻ്റെ അവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, നല്ല റെയിൽവേ സ്റ്റേഷനാണ്, കുറച്ച് വർക്ക് ചെയ്യേണ്ടിയിരിക്കും. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ആന്ധ്രയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടെ ഇറങ്ങി, ഷൊർണൂർ ഇറങ്ങി ട്രെയിൻ ഇവിടെ വന്നപ്പോൾ ഇത് കറക്റ്റാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു, അപ്പോൾ തന്നെ സ്കെച്ച് ചെയ്ത് കൊടുത്തു, ഇങ്ങനെയൊക്കെ ചെയ്യാം. ടിപ്പിക്കൽ ഒരു കാണാത്ത ഒരു റെയിൽവേ സ്റ്റേഷൻ, കളറും അങ്ങനെ തന്നെ ഒരു ലൈറ്റ് ഗ്രീൻ ടോണിനാണ്, കുറേ ആർച്ചുകൾ, അങ്ങനത്തെ ടൈപ്പിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഹാപ്പിയായിരുന്നു. പ്രൊഡ്യൂസർ ഇത് പറഞ്ഞ് ഇതിങ്ങനെ ചെയ്യുന്നു. സോ അതിൽ പ്ലസ് എന്താണെന്ന് വെച്ചാൽ പ്രൊഡ്യൂസർ വില്ലിങ് ആയിരുന്നു എന്തും ചെയ്യാൻ. ഗുഡ് നൈറ്റ് മോഹൻ സാറായിരുന്നു. അപ്പോൾ എന്ത് വേണം ചെയ്ത് കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ 2 ആഴ്ചയായിട്ട് വർക്ക് വെളിയിലിട്ട് ചെയ്തു. അപ്പോൾ കുറേ ആൾക്കാർ വന്ന് കാണുന്നുണ്ട് എൻ്റെ അവിടെ ചെയ്യുന്നുണ്ടെന്ന്. ഒരു ദിവസം രാത്രി 8 മണിക്കാണ് പെർമിഷൻ കിട്ടിയെന്നുള്ള ഒരു വാക്ക് കേൾക്കുന്നത്. ഓക്കെ. ഞങ്ങൾ അന്ന് രാത്രി തന്നെ ഫുൾ അങ്ങ് ബിൽഡ് ചെയ്യാൻ തുടങ്ങി, കൊണ്ടൊന്ന് ആഡ് ചെയ്ത് ഈ ബിൽഡിങ്. അവിടെ ചെറിയ ഒരു ഷെഡ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതെല്ലാം എക്സ്റ്റൻഷൻ, ഈവൻ ദ റൂഫ് എല്ലാം എക്സ്റ്റൻഷനാണ്. അപ്പോൾ പിറ്റേന്ന് രാവിലെ ആളുകൾ കാണുമ്പോൾ വേറൊരു സ്റ്റേഷനാണ്. പിന്നെ അവിടെ തിരക്കാണ്. പിന്നെ അവിടെ അന്നൊക്കെ ഈ കാർഡാണ്, ഈ ടിക്കറ്റ് ഇങ്ങനെ പഞ്ച് ചെയ്യുന്ന കാർഡ്. ഈ കാർഡില്ല അവിടെ, കാരണം അത്ര ആൾക്കാർ വന്നിട്ട്, കാരണം റെയിൽവേ സ്റ്റേഷൻ്റെ ആകം കാണാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ ഇങ്ങനെ വന്ന് പോകുന്നു. പിന്നെ നിർത്തി, ആൾക്കാരെ കയറ്റൽ നിർത്തി. എന്നിട്ട് ട്രെയിൻ വരുമ്പോൾ മാത്രം ടിക്കറ്റ് കൊടുക്കും, പോവും. അതല്ലാതെ മുമ്പേ 1 മണിക്കൂർ മുമ്പ് ടിക്കറ്റ് കൊടുക്കലൊക്കെ നിർത്തി. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇത് കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സിനിമ അന്ന് ആ സമയത്ത് അവിടെ ഒന്നും അധികം ഷൂട്ടിംഗ് ഒന്നും നടന്നിട്ടില്ല. മേ ബി മലപ്പുറമൊക്കെ ആയതുകൊണ്ട് കുറേ അങ്ങനെയുണ്ട് കേട്ടോ.
പൊതിച്ചോറ് കെട്ടിയിട്ട് വന്ന് വെയിറ്റ് ചെയ്ത് ഷൂട്ടിങ് കണ്ട ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. അടുത്ത പടം അഴകിയ രാവണൻ. മറക്കാൻ പറ്റാത്തൊരു പടം, കാരണം മൈ ഫസ്റ്റ് മൂവി ഇൻ മലയാളം. അതിൻ്റെ വേറൊരു കാര്യം, ഈ അടുത്ത ദിവസം ഞാനും കമൽ സാറും കൂടി ഒരു പ്രോഗ്രാമിൽ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്നെ വേറെ ആളാണ് റെക്കമെൻഡ് ചെയ്തത്. പക്ഷേ എല്ലാം നിന്നെ റെക്കമെൻഡ് ചെയ്തത് ശ്രീനിയേട്ടനാണെന്ന് ഈ അടുത്താണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത്. ശ്രീനിവാസൻ. അപ്പോൾ ശ്രീനിയേട്ടൻ പ്രിയൻ സാറിൻ്റെയും ഷാബു സാറിൻ്റെ കൂടെ കുറേ വർക്ക് അവരെല്ലാം ഇതായതുകൊണ്ട് ശ്രീനിയേട്ടനാണ് എന്നെ ആ പടത്തിന് റെക്കമെൻഡ് ചെയ്തത്. അത് ഈ അടുത്ത കാലത്തായിട്ടാണ് ഞാൻ ഈ ഒരു മാസം മുമ്പ് അറിഞ്ഞ ഒരു വിഷയമാണ്. അത് ഇതേമാതിരി ഒരു ദിവസം സച്ചേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞ്, നിനക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പടം ചെയ്യാൻ താല്പര്യമുണ്ടോ? ഉണ്ട്. അന്ന് നാളെ രാവിലെ എറണാകുളത്ത് പോയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് പൈസ ഇല്ല, ഞാൻ താമസിക്കുന്ന തിരുനാവായാണ്, കുറ്റിപ്പുറം അടുത്ത്. അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, നീ ഒന്നൊരു പണി എടുക്കുക, അടുത്ത തിയേറ്ററില്ലേ അവിടെ പോയി ഞാൻ പറഞ്ഞു തന്നെ കുറച്ച് പൈസ വാങ്ങിച്ചിട്ട് നാളെ രാവിലെ വിട്ടുവന്നാണ്. അങ്ങനെയാണ് ആ പടം ഇവിടെ എറണാകുളം വരുന്നത്, സാറിനെ മീറ്റ് ചെയ്യുന്നതും കമൽ സാറിനെ മീറ്റ് ചെയ്യുന്നതും ലൊക്കേഷൻ കാണുന്നതും. അന്ന് തന്നെ തിരിച്ച് മെഡ്രാസ് പോകുന്നു. അന്നൊക്കെ വെച്ചാൽ മെഡ്രാസാണ് ബേസ് സിനിമയുടെ. അവിടെ വന്ന് നമ്മൾ കാർപ്പൻറ്റേഴ്സും എല്ലാവരും വിളിക്കാൻ വേണ്ടി പറയുന്നു. അപ്പോൾ പ്രൊഡ്യൂസർ പിറ്റേന്ന് രാവിലെ വന്നു, എത്ര വേണം നിങ്ങൾക്ക് എന്ന് പറഞ്ഞു. മാധവൻ സാറായിരുന്നു. ഞാൻ പറഞ്ഞു, ഒരു 50 കാർപ്പൻറ്റർ. 50 കാർപ്പൻറ്റർ എന്നാൽ പിന്നെ ഞാൻ സാബു സാറിനെ വിളിക്കില്ല, നിന്നെന്തിനാണ് വിളിക്കുന്നത്? അപ്പോൾ സച്ചേട്ടൻ പറഞ്ഞ്, അവന് ഇത്ര സമയമുള്ളൂ, ചുരുങ്ങിയ സമയമുണ്ട്, ആകെ 5 days 7 days എന്തോ ഉള്ളൂ ഷൂട്ട് തുടങ്ങാൻ. പക്ഷെ വലിയ സെറ്റ് വർക്കായിരുന്നു. അവൻ എത്ര പറയുന്നത് അതും കൊടുക്കുക, അല്ല പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 50 പേരായിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് പുറപ്പെട്ട് ആലപ്പുഴ എത്തുന്നു. സെറ്റ് വർക്ക് തുടങ്ങുന്നു. കറക്റ്റ് 6-ാം ദിവസം ഷൂട്ട് തുടങ്ങി. അത് ശരിക്കും മമ്മൂക്കയുടെ വീടിന് മുമ്പിലൊരു ഇതൊക്കെ കാണുന്നില്ലേ, കായലിനോട് ചേർന്ന് ഒരു ജെട്ടിയൊക്കെ, അത് ഉള്ളതായിരുന്നു? അല്ലല്ല, എല്ലാം പണിതാണ്. അതിലെന്തൊക്കെ പണിതിട്ടുണ്ട്? അതിൽ ആ മഞ്ഞ കളർ റൂഫൊക്കെ കാണും. അത് ആ വീട് ശരിക്കും ഒരു ഫ്ലോറേ ഉള്ളൂ. ഈ സെക്കൻഡ് ഫ്ലോർ കാണുന്നത് നമ്മൾ അതിൻ്റെ മുകളിൽ തന്നെ സെറ്റ് ഇട്ടതാണ്. അഴകിരാവണിൽ ശരിക്കും ഒരു ഫ്ലോറേ ഉള്ളൂ. അത് അതിൻ്റെ സെക്കൻഡ് ഫ്ലോർ കാണുന്നതെല്ലാം സെറ്റാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലൊന്നും പോകാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ ക്യാമറ വെക്കുമ്പോൾ 2 നില വീടുമായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഒരു മഞ്ഞ കളർ, അന്നൊക്കെ ആദ്യം മഞ്ഞൊക്കെ യൂസ് ചെയ്യുമ്പോൾ, കാരണം ഈ ക്യാരക്ടർ ഇതായതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. മഞ്ഞ റൂഫ്, ചുവപ്പ് പെയിൻറ്റ്, പച്ച കർട്ടൻ എന്നൊക്കെ പറയുന്ന ഒരു പുള്ളി അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് അന്ന് അങ്ങനെ ചെയ്ത് ആ പടം. എത്ര ലിറ്റർ വെള്ളം ഒടിച്ചു അതിന് വേണ്ടിയിട്ട്? അത് ഭയങ്കരമാണ്. കാരണം എൻ്റെ ഫസ്റ്റ് പടമാണ്. അതിന് ഉപരി ആ പടത്തിൽ ഒരു ദിവസം ആ സോങ് എടുക്കുമ്പോൾ ഈ വെള്ളം നമ്മൾ പമ്പ് ചെയ്തിട്ടാണ് മഴ പെയ്യിപ്പിക്കുന്നത്. ഇവർ പ്ലേറ്റ് കഴുകിയിട്ട് ഇവിടെ തന്നെ വെള്ളം മറ്റേ മുള്ളൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ അടിച്ചു വരുമ്പോണ്ടല്ലോ ഭാനുപ്രിയുടെ മേത്തൊക്കെ മീനിൻ്റെ മുള്ളൊക്കെ. അവർ പെട്ടെന്ന്, സാർ എന്നാ സാർ ഇതെല്ലാം കീഴിൽ വരുന്നത്? നോക്കിയപ്പോൾ എന്താ, പ്രൊഡക്ഷൻ വേസ്റ്റ് ഇട്ട സ്ഥലത്താണ് നമ്മൾ ഈ ഫുട്ബോൾ ഇറക്കിയിട്ടുള്ളത്. എന്നിട്ട് അവർ സമ്മതിച്ചില്ല. പിന്നെ പിറ്റേന്ന മുതൽ നമുക്ക് വേറെ വെള്ളം കൊണ്ടുവരേണ്ടി വന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ആ പടത്തിൽ. അന്ന് വെള്ളം ഒടിക്കാൻ ദിലീപൊക്കെ ഉണ്ടായിരുന്നു. ദിലീപ് ഉണ്ടായിരുന്നു, ലാൽ ജോസ് ഉണ്ടായിരുന്നു. അവരൊക്കെ അന്ന് ഹീറോ ആയാലും അന്ന് അഭിനയിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും കമൽ സാറിനോടുള്ള ഒരു എന്താ ഗുരു സ്ഥാനം അന്നും അവർ നിലനിർത്തി ചെയ്തിട്ടുണ്ട്. അടുത്ത കരുമാടിക്കുട്ടൻ. അതിൽ അധികം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ എല്ലാം ലൈവായിട്ട് ചെയ്തിട്ടുള്ള പടങ്ങൾ, ലൊക്കേഷൻസ് ആയാലും. ആകെ സോങ് മാത്രമേ നമ്മൾ കുറച്ച് എക്സാഗറേഷൻ ചെയ്തുള്ളൂ. അല്ലാതെ വീടുകളെല്ലാം കാവാലം നാരായണ പണിക്കർ സാറിൻ്റെ വീടായിരുന്നു. അവിടെ പ്രോപ്പ് ചെയ്തെന്ന് മാത്രമേ, കളറൊക്കെ മാറ്റി. പക്ഷെ കറക്റ്റ് ലൊക്കേഷൻ, കറക്റ്റ് നല്ലൊരു വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു പടം. ആ കാലത്ത് വിനയൻ സാറിൻ്റെ കുറേ പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ചളിയൊക്കെ ഒറിജിനലായിരുന്നു? ചളിയൊക്കെ ഒറിജിനൽ എല്ലാം. അതിന് ഈ മണിച്ചേട്ടന് അങ്ങനെ ഒരു ഇതാണ്. കാരണം എന്ത് വേണമെന്ന് പറഞ്ഞാൽ ചളിയിൽ ഉരുളെന്ന് പറഞ്ഞാൽ ഉരുളും. അതിലാണ് പുള്ളി ന്യൂഡായിട്ടൊക്കെ അഭിനയിച്ചുള്ള വേഷി. ന്യൂഡായിട്ടാണ് അഭിനയിച്ചുള്ളൂ. അതിൽ എല്ലാവരെയും മാറ്റിയിട്ട് പുള്ളി അത് ജീവിക്കുകയായിരുന്നു ആ പടത്തിൽ മണിച്ചേട്ടൻ. അടുത്ത മുല്ലവള്ളിയും തേന്മാവും, സ്റ്റേറ്റ് അവാർഡ്. മുല്ലവള്ളിയും ഇറ്റ്സ് എ വണ്ടർഫുൾ മൂവി. അതും ഇതേമാതിരി ഒരു ദിവസം VKP എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ഒരു ടാസ്ക് ഉള്ള ഒരു മൂവിയാണ്, ആർ യു റെഡി ടു കം ആൻഡ് വർക്ക് വിത്ത് മീ എന്ന്. അബ്സല്യൂട്ട്ലി ഐ എം റെഡി ടു വർക്ക്.
അങ്ങനെ അതിൻ്റെ ഒരു സ്കൾപ്ചർ ചെയ്തിട്ടുള്ള ബാംഗ്ലൂരുള്ള പുള്ളിയുടെ ഒരു ഫ്രണ്ട് തന്നെയാണ്. സോ ഐ വോണ്ട് ടു മേക്ക് ദിസ് കൈൻഡ് ഓഫ് സ്കൾപ്ചർ. ഞാൻ ചോദിച്ചു ഹൗ മെനി ഫീറ്റ്, ദാറ്റ്സ് അപ് ടു യു, ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ചെയ്യാം. എന്നിട്ട് നമ്മളത് 60 അടി ഹൈറ്റിലാണ് ആ സ്റ്റാച്ചു ചെയ്തത്. പുള്ളി അത് ഉണ്ടാക്കിയ ആൾ തന്നെ ഭയങ്കരമായിട്ട് അതിശയിച്ചു പോയി. സാർ ഹൗ യു ഡു മേക്ക് ദിസ് കൈൻഡ് ഓഫ് ദിസ്. ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തതാണ് അതും. ആ സെറ്റും, അതായത് ചാക്കോച്ചൻ്റെ വീടൊക്കെ വന്നിട്ട് അതിൻ്റെ ഹാഫ് ഓഫ് ദ ഫ്ലോറിൻ്റെ ഹാഫ് ഓഫ് ഇതിൽ വന്നൊരു വെള്ളം, കടൽ വെള്ളം വന്നിട്ട് പോകുന്ന ഒരു സെറ്റായിരുന്നു. പക്ഷേ എല്ലാ ദിവസവും രാവിലെ 5:30 ഞാൻ എണീറ്റ് വരും. കാരണം ഈ സ്റ്റാച്ചു ഇട്ടുള്ളത് ജസ്റ്റ് എഡ്ജിലാണ്. ഈ തിര അടിച്ചിട്ട് അതിൽ കാണുന്ന പോലെ തന്നെ അടിച്ചാൽ തിര ഇതിൻ്റെ ഹാഫ് ഓഫ് ഇതിൽ വന്നിട്ട് ഈ തിര അടിച്ചിട്ട് പോകും. അപ്പോൾ എൻ്റെ പേടി എന്ന് വെച്ചാൽ ഈ മണ്ണ് അരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി താഴെ പോകും. ഇത് അന്ന് തന്നെ ഏതാണ്ട് 8,000 കിലോ എന്തോ ഉണ്ടായിരുന്നു, 7,000-8,000 കിലോ ഉണ്ടായിരുന്നു ആ സ്റ്റാച്ചു. മീൻസ് അത്രയും കമ്പികളും ഇതൊക്കെ കയറ്റിയിട്ടാണ് ചെയ്തത് നമ്മൾ. അപ്പോൾ രാവിലെ എണീറ്റ് 5:30 ആകുമ്പോൾ എണീറ്റ് ഞാൻ അതിൻ്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. രാവിലെ ഉണ്ടെങ്കിൽ പിന്നെ ഇവരെ വിളിച്ചാൽ മതിയല്ലോ, എല്ലാം വിളിക്കണ്ടല്ലോ അത്. ബട്ട് അതിന് നല്ല അപ്രിസിയേഷൻ ഉണ്ടായിരുന്നു.